ഹായ് ഓൾ. അപ്പൊ നമ്മള് ഇന്ന് കാട്ടാളം എന്നുള്ള സിനിമ രാവിലത്തെ ഷോ അതെ. 11 ഫസ്റ്റ് ഷോക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്നെക്കാളും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഒരു വളരെ പ്രതീക്ഷയുള്ള, കാരണം മാർക്കോ എന്നുള്ള സിനിമ ഉണ്ടാക്കി വെച്ചൊരു ഇമ്പാക്ട് ഭീകര. അത് തന്നെയായിരുന്നു ഈ സിനിമയിലേക്ക് ഞങ്ങൾ ആകർഷിച്ച മെയിൻ സാധനം. യെസ് യെസ് യെസ്. ഈ ഒരു സംഭവം നമ്മള് പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് പോയി. അതെ. പക്ഷെ എത്രത്തോളം വർക്കായി എന്നുള്ളതാണ് അതിന്റെ വേറൊരു സത്യം. യെസ് യെസ്. തുടക്കം കുഴപ്പമില്ല അല്ലെ? തുടക്കം വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പിന്നത്തേക്ക് ഒരു അവിയൽ പരിപാടി, മെയിനായിട്ട് പറഞ്ഞ ഒരു അവിയൽ പരിപാടി എല്ലാം ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, BGM ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒരു ചേരാത്ത പോലെ തോന്നി മൊത്തത്തില്. പിന്നെ നമ്മള് മെയിനായിട്ട് ഈ സാധനം വർക്ക് ചെയ്തത് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് മാർക്കോയിലുള്ള മെയിൻ ആൾക്കാരൊക്കെ തന്നെ ഫുള്ളായിട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. റെഫറൻസ് ഒക്കെ കൊടുത്തിട്ട്. അതെ, ഒന്നാമത് മാർക്കോന്റെ റെഫറൻസ് തന്നെയായിരുന്നു മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ആ സിനിമയിൽ അത്രത്തോളം അതൊരു ഇമ്പാക്ട് ആക്കി വരാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ ഹീറോന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഹീറോ ഒരു നല്ല ഇടിപ്പടം ചെയ്യുന്ന ഒരു ആക്ടർ എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ സമീപിച്ചത്. പക്ഷെ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോ എല്ലാ റോളിലും ഒരുപോലെ തന്നെ ഒരേ ഫേഷ്യൽ എക്സ്പ്രഷനും ഒരേ ഫൈറ്റും, ആ സാധനം മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ BGM ഒന്നും ഇതിനോട് അത്രത്തോളം നീതി പുലർത്തിയില്ല. അതായത് ഈ ആക്ടറായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോ നമ്മുടെ എക്സ്പെക്ടേഷൻസിൽ ഈ രവി ബോസിന്റെ മ്യൂസിക്കും ഉണ്ടായിരുന്നു. അപ്പോ അത് ഈ പെപ്പയായിട്ട് അത്ര കണക്ട് ആയില്ല. പിന്നെ ഇവര് ഈ ഇതിൽ കൊടുത്ത വില്ലന്മാരെ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി പെപ്പ അത്ര ഒരു എരള്ള പോലെ തോന്നിയിട്ടില്ല. അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. പെപ്പയ്ക്ക് ഒരു എന്താ പറയാ, ഒരു കൊമേഴ്ഷ്യൽ ഹീറോ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്ക് നല്ലത് RDX, അംഗബാലി തനി നാടൻ സെറ്റാണ്. അത് വർക്കാവും. ടിനു പാപ്പച്ചന്റെ മൂവിയിലാണെങ്കിലും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിലും തന്നെ ക്ലൈമാക്സിലേക്ക് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതെ, ഓന്റെ സാധനം വരുമ്പോ ആ സാധനം വരുമ്പോ നമുക്ക് ശരിക്കും ആ ഒരു ഇടിന്റെ അതെ, അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ മൊത്തത്തില് മ്യൂസിക്സോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയൊരു പ്രാധാന്യം ഇതിലില്ല. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പിന്നെ മെയിൻലി പറയേണ്ട ഒരാള് ഹനാൻഷയാണ്. ഹനാൻഷ ഈ സിനിമയിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെ കാണിക്കുന്നു. അതെ, ഹനാൻഷയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. മാക്സിമം എന്താ ചെയ്ത് ഒന്നും ഒരു ഡയലോഗ് പോലും ഇല്ലാത്തൊരു ഒരാളായി മാത്രം നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇതില് നമ്മള് പ്രതീക്ഷിച്ചത് വേറൊരു കാര്യം എന്താ വെച്ചാല്, ഇതിലെ വില്ലന്മാരല്ലേ, അതെ, വില്ലന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ സുനിൽ ഭായി ഒക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും കാര്യപ്പെട്ട ഒരു ഇമോഷണൽ സീനോ കാര്യങ്ങളോ ചെയ്യുന്നേരോ ഇവർക്ക് അതിന് പറ്റിയൊരു BGM ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ സിനിമയായിട്ട് കണക്ട് ആവാൻ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്യാരക്ടറിനൊന്നും അത്രത്തോളം ഡെപ്ത് ഇല്ല. അതെ, ഈവൻ ഹീറോ ആയിട്ടുള്ള പെപ്പോന്റെ ക്യാരക്ടറിന് പോലും മുമ്പൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. അതെങ്ങനെ വന്ന് അത് മാർക്കായിട്ട് ഇവര് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഇവരായിട്ട് കണക്ഷൻ വരുന്നതെന്നോ യാതൊരു കാര്യമില്ല. പിന്നെ ഒരു ക്യാമിയോ റോൾ വരുന്നുണ്ട്. കൂടുതലായിട്ട് അതിനെ പറ്റി പറയണ്ട. ഒന്നും തന്നെ തിയേറ്ററിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മള് സത്യം പറഞ്ഞാല് ഒരു കേറി പോയതുകൊണ്ട് കൈയടിക്കാന്നല്ലാതെ മനസ്സ് തട്ടി സത്യം പറഞ്ഞാല് ഒരു സീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയാ, മോറവറുമ്പൊക്കെ പ്രത്യേകിച്ച് ഒരു വർക്കൗട്ട് ഇതിൽ ഒന്നും കണക്ട് ആയിട്ടില്ല, വർക്കായിട്ടില്ല പൊതുവെ. പിന്നെ സ്റ്റോറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും സ്റ്റോറി അങ്ങനെ കാര്യപ്പെട്ട ഒരു നോർമൽ സ്റ്റോറി ആയിട്ട് നോർമൽ റിവെഞ്ച് സ്റ്റോറി. അതെ, നോർമൽ റിവെഞ്ച് സ്റ്റോറി ആൾമോസ്റ്റ് നമുക്ക് എല്ലാം മനസ്സിലാവും. അതായത് പ്രത്യേകിച്ച് ഒരു ട്വിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവർ ചെയ്യുന്ന കുറച്ച് ക്രൈമിൽ ചെറിയ ട്വിസ്റ്റുകളൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യപ്പെട്ടൊരു പുതിയൊരു സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. അപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നില്ല ഒരു 2-3 ദിവസത്തേക്ക് ആള് കയറും, അതിനപ്പുറത്തേക്ക് സിനിമ മൂവ് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ അങ്ങനെ പിടിച്ചെടുത്താനുള്ള സീൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്യാമിയോ കുറച്ചുകൂടി ഇമ്പാക്ട് ഭയങ്കരമായിട്ട് വന്നിരുന്നെങ്കിൽ. അതെ, പിന്നെ മാർക്കോ ആയിട്ടുള്ള കണക്ഷൻസോ അല്ലെങ്കിൽ വേറെ സിനിമയായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന സീൻ ഉണ്ട്, ഇന്ന് ഉണ്ടെന്ന് പറയാനൊന്നും ഇല്ല, കിട്ടുന്നില്ല.
ഓരോരുത്തർക്ക് തന്നെ പറയാനുള്ളൂ അല്ലേ? എന്തായാലും മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെല്ലാവർക്കും